മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ശബരിമല സന്നിധാനത്തും പരിസരത്തും ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് 6:30 സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമാണ് മകരവിളക്ക്. തീർത്ഥാടക ലക്ഷ്യങ്ങൾക്ക് ദർശനപുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി ഉദിച്ചുയരും. ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷമാണ് സന്നിധാനത്തും പരിസരങ്ങളിലും അലയടിക്കുന്നത്. പുലർച്ചെ 2:46 മകരസംക്രമ പൂജയോടെയായിരുന്നു മകരവിളക്ക് ചടങ്ങുകളുടെ തുടക്കം. കവടിയാർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ്യ് കൊണ്ട് അഭിഷേകം നടത്തി. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുക. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. തുടർന്നാണ് പുണ്യദർശനമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുക. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം നിരവധി പ്രമുഖർ മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിലെത്തി. തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇതര സംസ്ഥാനങ്ങളുടെ നിസ്സഹകരണമുണ്ടായെങ്കിലും പിന്നീട് അത് മാറി ഉറച്ച പിന്തുണയാണ് നൽകി വന്നതെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹരിവരാസന അവാർഡ് നൽകിക്കൊണ്ടാണ് എൻ്റെ തുടക്കം. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് മകരവിളക്ക്. അപ്പോൾ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഭക്തന്മാർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൊതുവേ നമുക്ക് വരുന്ന ഭക്തർക്കെല്ലാം നല്ലപോലെ വിളക്ക് കാണാനുള്ള ഒരു സൗകര്യമാണ് ഉണ്ടാക്കുന്നത്. ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം ദേവസ്വം മന്ത്രി തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസിന് സമ്മാനിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.